പ്രവീൺ പ്രണവ് ഇഷ്യൂ സോഷ്യൽ മീഡിയ നല്ല രീതിയിൽ ചർച്ച ചെയ്തിരുന്ന ഒരു വിഷയം തന്നെയായിരുന്നു പ്രവീണും ഇപ്പോൾ പ്രണവും. ഏകദേശം എല്ലാം ഒതുങ്ങിക്കഴിഞ്ഞു. എന്നാലും എനിക്ക് ഒന്ന് രണ്ട് കാര്യങ്ങൾ ഇവരുടെ വീഡിയോസ് കണ്ടതിന് ശേഷം പറയണമെന്ന് തോന്നി. ഏതൊരു മലയാളിയുടെയും ഏറ്റവും വലിയ ആഗ്രഹം എന്ന് പറയുന്നത് സ്വന്തമായ ഒരു വീടായിരിക്കും. അതുപോലെ ഇതായി പ്രവീൺ ഇപ്പോൾ പുതിയൊരു വീഡിയോ മേടിക്കാനുണ്ടായ സാഹചര്യമൊക്കെ ഇത്ര ദിവസം നമ്മൾ കണ്ടതാണ്. പ്രവീൺ പ്രണവ് എന്ന ചാനലിൽ പ്രവീണും മൃദുലയും കുഞ്ഞും കൂടിയുള്ള വീഡിയോസ് വരുന്നുണ്ട്. പ്രണവ് കൊച്ചു എന്ന ചാനലിൽ പ്രണവും അച്ഛനും അമ്മയും കൂടിയിട്ടുള്ള വീഡിയോസ്. ഞാൻ ആലോചിക്കുന്നത് പ്രവീൺ പ്രണവ് എന്ന് പറയുന്ന ചാനൽ എങ്ങനെയാണ് പ്രവീണിന് മാത്രം സ്വന്തമായത്. പ്രവീൺ ആയിരിക്കും ചാനൽ തുടങ്ങിയത്, പക്ഷേ അതിൽ ഉറപ്പായിട്ടും പ്രണവിന്റെ എഫേർട്ട് കൊണ്ട് തന്നെയാണ് ആ ചാനൽ ഇതുവരെ എത്തിയിരുന്നത്. പ്രവീൺ പ്രണവ് എന്ന് പറയുന്ന ചാനൽ ഇത്ര റീച്ച് ആയത്. പ്രവീൺ അന്ന് കുറേ കോൺട്രവേഴ്സീസ് ഉണ്ടായിരുന്ന സമയത്ത് പറഞ്ഞിരുന്നു പ്രണവ് ഭയങ്കര മടിയനാണ്, വീഡിയോസ് എടുക്കാൻ വിളിച്ചാൽ പോലും വരില്ല എന്ന്. ഇപ്പോൾ എങ്ങനെയാണ് അപ്പോൾ അത്രയും മടിയുള്ള ഒരാൾ ഒറ്റയ്ക്ക് വീഡിയോസ് ഇടുന്നത്? അതൊക്കെ അവിടെ നിൽക്കട്ടെ, നമുക്ക് വീട് മേടിച്ച വിഷയത്തിലോട്ട് വരാം. നമ്മൾ അവരുടെ ഫാമിലി കണ്ടതാണ്, വളരെ സന്തോഷമായി ജീവിച്ചിരുന്ന ഒരു ഫാമിലി. നമ്മൾ കാണുമ്പോൾ അമ്മ മക്കളെ സപ്പോർട്ട് ചെയ്യുന്നു, മക്കൾ അച്ഛനെയും അമ്മയും സപ്പോർട്ട് ചെയ്യുന്നു, അങ്ങനെ വളരെ ക്ലോസ് ആയി നിൽക്കുന്ന ഒരു ഫാമിലി മെമ്പേഴ്സ് തന്നെയായിരുന്നു ഇവർ. ഇത്രത്തോളം അഭിനയിച്ചാണ് അവർ ക്യാമറയുടെ മുന്നിൽ വരുന്നത് എന്ന് പറഞ്ഞാലും ഫിലിം നടന്മാരും നടിമാരൊന്നുമല്ല. സ്റ്റാർട്ട് ആക്ഷൻ ക്യാമറ എന്ന് പറയുമ്പോഴേക്കും എല്ലാം മാറ്റിമറിന്ന് മനസ്സിലെ വികാരങ്ങളും എല്ലാം മാറ്റിമറിച്ച് വീഡിയോയിൽ ചിരിച്ചുകൊണ്ട് നിൽക്കാൻ അത്രയും അഭിനയശേഷിയുള്ളവരാണെങ്കിൽ അവർക്ക് സിനിമയിൽ അഭിനയിക്കാൻ പോയാൽ. പ്രവീൺ അന്ന് ഒരുപാട് കാര്യങ്ങൾ അച്ഛനെയും അമ്മനെയും കൊച്ചുവിനെയും കുറിച്ചെല്ലാം പറഞ്ഞു. എനിക്ക് പക്ഷേ പ്രവീൺ റോങ്ങായ രീതിയിലാണ് പോകുന്നത് എന്ന് തോന്നുന്നു. അമ്മ എന്തൊക്കെ പറഞ്ഞാലും അതൊരിക്കലും നമ്മുടെ അച്ഛനമ്മയും പിറപ്പും ഒന്നും ആകാതിരിക്കും. ഹ്യൂമൻ റൈറ്റ്സ് വിളിച്ചപ്പോൾ കൊച്ചു അറിയാതെ പറയുകയുണ്ടായി, അച്ഛനെ തല്ലിയത് കൊണ്ടാണ് പ്രവീണിനെ തല്ലേണ്ടി വന്നത്. പ്രവീൺ ഘോരമായി പ്രവീണിന്റെ വീഡിയോ പ്രവീണിനും മൃദുലയെയും ഒക്കെ അവർ തല്ലിയതും പിടിച്ചതും അല്ലെങ്കിൽ ഇത്ര ദിവസം അവിടെ ഏൽക്കേണ്ടി വന്ന ഒരുപാട് കാര്യങ്ങൾ പറയുകയും. എന്തുകൊണ്ട് പ്രവീൺ പറഞ്ഞില്ല, ഞാൻ അറിഞ്ഞോ അറിയാതെയോ അച്ഛനെ തല്ലിപ്പോയി. തല്ലിയതിൽ എത്രത്തോളം വാസ്തവമുണ്ടെന്ന് നമുക്കറിയില്ല. അത് പിന്നീടോ അല്ലെങ്കിൽ അവരുടെ ഫാമിലിയോ വന്ന് വിശദീകരിച്ചിട്ടില്ല. പ്രണവിന്റെ വായിൽ നിന്ന് വീണു പോയ ഒരു കേസ്. അത് മാത്രമല്ല പ്രവീൺ വന്ന് സോഷ്യൽ മീഡിയയിൽ പറഞ്ഞ പോലെ അച്ഛനും അമ്മയും പ്രണവും ഒന്നും പറഞ്ഞില്ല. അച്ഛന്റെ മേൽ പ്രവീൺ കൈവച്ചത് കൊണ്ടാണ് പ്രണവിന് പ്രവീണിനെ തല്ലേണ്ടി വന്നത്. പ്രവീണിനെ നമുക്ക് അന്ധമായി വിശ്വസിക്കാനൊന്നും കഴിയില്ല. ദുരൂഹതകൾ ഉണ്ട്. ഇപ്പോഴുള്ള വിഷയം എന്തെന്ന് വെച്ചാൽ പുതിയൊരു വീട് അച്ഛന്റെയും അമ്മയുടെയും സാന്നിധ്യം അവിടെ ഉണ്ടാവണമെന്നാണ് എല്ലാവരുടെ സബ്സ്ക്രൈബേഴ്സ് ഒക്കെ കമന്റ് ഇടുന്നത്. ഇപ്പോഴും എനിക്ക് തോന്നുന്നില്ല അത്രയും നീചരായ ആൾക്കാരാണ് ആ അച്ഛനും അമ്മയും. പ്രവീൺ ശരിക്കും ഒന്ന് തളർന്നാൽ അവർ മാത്രമേ കൂടെ ഉണ്ടാവൂ. നാട്ടിലുള്ളവർ പറയുന്നു ആ വീഡിയോസ് കാണുമ്പോൾ എങ്ങനെയാണോ അതുപോലെ തന്നെയാണ് അവരുടെ അച്ഛനും അമ്മയും ആ മക്കളെ ട്രീറ്റ് ചെയ്തിരുന്നത്, ഒരു ഫ്രണ്ട്സ് പോലെയാണ് തന്നെ. പ്രവീണിന്റെയും മൃദുലയുടെയും ലൈഫിൽ ഇത്രയും വിനോദം നടക്കുമ്പോൾ ആ അച്ഛനും അമ്മയുടെയും സാന്നിധ്യം അവിടെ വേണമായിരുന്നു, വേറെ ആരുമില്ലെങ്കിൽ. പ്രവീൺ വീഡിയോസിൽ പറയുന്നുണ്ട് വീട് നോക്കാൻ പോകുമ്പോഴൊക്കെ മൃദുലയുടെ അമ്മയുടെ അടുത്ത് ഏൽപ്പിച്ചിട്ടാണ് വരുന്നത് എന്ന്, അതുകൊണ്ട് തന്നെ പെട്ടെന്ന് പോകേണ്ടതുണ്ട്, അവൻ കരയുമെന്നൊക്കെ. ഇതുപോലെ ആദ്യ പിടിച്ച ഒരു അമ്മ തന്നെയല്ലേ പ്രവീണിന്റെയും. അത് മനസ്സിലാക്കിയിട്ട് പ്രവീണിന്റെ സന്തോഷത്തിൽ അച്ഛനും അമ്മയും. ഞാൻ പറഞ്ഞത് ശരിയാണെങ്കിൽ ഒരു ലൈക്ക് ചെയ്യുക. എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ.